അല്ല, ഇതാരൊക്കെയാ? എന്താ പരിപാടി? അപ്പൊ നീ വരുന്നില്ലേ? ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നില്ലേ നമുക്കിന്ന് പട്ടം പറത്തിക്കാൻ പോകണമെന്ന്. വേഗം വാ, ഞങ്ങളെല്ലാം റെഡിയായി. നിങ്ങളൊക്കെ പട്ടം വാങ്ങിയോ? ഞാൻ ഡാഡിയോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഡാഡി ഇതുവരെ വന്നിട്ടില്ല. ആണോ? എന്നാ വേഗം വിളിച്ച് പറഞ്ഞോ. ഞങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ അവിടെ കുറച്ച് പട്ടം കൂടിയേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അത് തീർന്നു പോകണ്ട, വേഗം പോയി വാങ്ങാൻ പറ. ശരി, എന്നാ നിങ്ങൾ വിട്ടോ, ഞാൻ പട്ടവുമായി പാർക്കിലേക്ക് വന്നോളാം. ഡാഡി, പറ മോളെ. പട്ടം വാങ്ങിയോ? ഇല്ല മോളെ, വരുമ്പോൾ വാങ്ങാം. വേഗം ഇറങ്ങൂ ഡാഡി, പട്ടം ഇപ്പൊ തീരും. ഇല്ല മോളെ, ഡാഡി ഓഫീസിലല്ലേ, പണിയുണ്ട്. വരുമ്പോൾ എന്തായാലും കൊണ്ടുവരാം. അയ്യോ, അവരെല്ലാവരും ഇപ്പൊ പട്ടം പറത്തി സന്തോഷിക്കുന്നുണ്ടാവുമായിരിക്കും. എന്താ ഇപ്പൊ ചെയ്യാ? ആ, ഐഡിയ. അങ്കിൾ, ഒരു പട്ടം. അയ്യോ മോളെ, പട്ടം തീർന്നു പോയല്ലോ. ഇനി ഒരു വീക്ക് കഴിയും. നീ ഈ വാതിലും തുറന്നിട്ട് ചോദിക്കുകയും പറയുകയും ചെയ്യാതെ എവിടെ പോയതാ? ഡാഡി വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ജോമി എവിടെ? റൂമിലിരുന്ന് ഒരേ കരച്ചില്ല. എത്ര ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല. ഞാൻ വരുമ്പോൾ പട്ടം വാങ്ങി കൊടുക്കാമെന്ന് അവൾക്ക് വാക്ക് കൊടുത്തിരുന്നു. ഞാൻ ഓഫീസിൽ കുറച്ച് തിരക്കിലായി പോയി, ഇറങ്ങാൻ നേരം വൈകി. അപ്പോഴേക്കും പട്ടം കടയിൽ തീർന്നുപോയി. അതാണോ കാര്യം? അതിനെന്താ, നമുക്ക് അവൾക്ക് നല്ലൊരു പട്ടം ഉണ്ടാക്കി കൊടുക്കാലോ. ജോമി, മോളൊന്ന് പുറത്തു പോയി നോക്കിക്കേ. അമ്മ പുറത്ത് പട്ടം പറത്തി കളിക്കുന്നു. മമ്മിക്ക് എവിടെ നിന്ന് പട്ടം കിട്ടി? നിന്റെ മമ്മി തന്നെയാണ് പട്ടം ഉണ്ടാക്കിയത്. താങ്ക് യു മമ്മി. അപ്പോൾ പഠിച്ചതെല്ലാം ഓർമ്മയില്ലേ? നാളത്തെ ഹോംവർക്ക് നോട്ട് ചെയ്ത് വെച്ചോളൂ. നാളെ വരുമ്പോൾ എല്ലാവരും ഫ്രൂട്ട് ചാട്ട് ഉണ്ടാക്കി കൊണ്ടുവരണം. താങ്ക് യു ടീച്ചർ. പെട്ടല്ലോ, വീട്ടിൽ പോയാലും പണി, സ്കൂളിൽ വന്നാലും പണി. മടുത്തു ഈ ജീവിതം. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? ഐഡിയ. ഒരു ഉപകാരം ചെയ്യാമോ? എന്താ ടോമി? നാളെ വരുമ്പോൾ എനിക്കുള്ള ഹോംവർക്ക് കൂടി ചെയ്തുകൊണ്ട് വരുമോ? അയ്യടാ, നിനക്കെന്താ ചെയ്താൽ? സിമ്പിൾ, മടി. പിന്നെ വീട്ടിൽ പോയാൽ കളിക്കാൻ പറ്റില്ല. അതൊക്കെ തന്നെ. പ്ലീസ്, നല്ല മോളല്ലേ, ചാർട്ടൊക്കെ ചെയ്തു തരാം. പക്ഷേ അങ്ങനെ ചെയ്തു തന്നാൽ എനിക്കെന്താ ഗുണം? നീ നാളെ ചാർട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നാൽ എന്റെ വക ചോക്ലേറ്റ്. ഡീൽ ഡൺ. കഴിഞ്ഞില്ലേ മോളെ? നേരെ ഒരുപാടായല്ലോ. ഇത് തന്നെയല്ല നീ കുറച്ചു മുന്നേ ചെയ്തു കഴിഞ്ഞത്. ഇതെന്താ, എത്ര എണ്ണമാണ് ഉണ്ടാക്കുന്നത്? ടീച്ചർ അങ്ങനെ പറഞ്ഞോ? അയ്യോ അമ്മേ, ഇത് എനിക്കല്ല, ടോമിക്കാണ്. അവന് വേണ്ടി ചെയ്തു കൊടുക്കുകയാ. ചെയ്തു കൊടുത്താൽ അവന് എനിക്ക് ചോക്ലേറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ, ബെസ്റ്റ്. നിങ്ങളൊക്കെ തന്നെയാണ് അവനെ ഇത്രയും വഷളാക്കിയത്. അവന്റെ ഹോംവർക്ക് അവനല്ലേ ചെയ്യേണ്ടത്? അത് നീ ചെയ്തു കൊടുത്താൽ അവൻ എങ്ങനെയാണ് അത് പഠിക്കുക? അത് പിന്നെ അവന് ചോക്ലേറ്റ് തരാമെന്ന് പറഞ്ഞപ്പോൾ. ചോക്ലേറ്റ്? ഇനി നീ ഇവന് ഇതുപോലെ എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നത് ഞാൻ കാണട്ടെ. ടീച്ചറോട് വിളിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കും, നോക്കിക്കോ.
എല്ലാവരും ഇന്നലെ ഹോംവർക്ക് ചെയ്തില്ലേ? അതുപോലെ നാളെ വരുമ്പോൾ ഗുണനപ്പട്ടിക തയ്യാറാക്കി കൊണ്ടുവരണം. ദൈവമേ, വീണ്ടും പെട്ടല്ലോ. ഹോംവർക്ക് നിരോധിക്കേണ്ട കാലം കഴിഞ്ഞു. ആ ജോമി തന്നെ ശരണം. ജോമി, ഇതാ ഞാൻ തരാമെന്ന് പറഞ്ഞ ചോക്ലേറ്റ്. പിന്നെ നാളെ വരുമ്പോൾ ഗുണനപ്പട്ടിക കൂടി എഴുതി തരണേ. നാളെ ഞാൻ 2 ചോക്ലേറ്റ് തരാം. അയ്യടാ, ഇല്ലട്ടോ. ഇന്നലെ തന്നെ അമ്മയുടെ കയ്യിൽ നിന്ന് നല്ലോണം കൊണ്ടിട്ടുണ്ട്. നിന്റെ ഹോംവർക്ക് ഇനി മുതൽ നീ തന്നെ എഴുതിയാൽ മതി, എന്നെ നോക്കണ്ട. അയ്യോ, അങ്ങനെ പറയല്ലേ. ഞാൻ ഐസ്ക്രീം വാങ്ങി തരാം. ഐസ്ക്രീമോ? ലാസ്റ്റ് ആണേ, ഇനി ഞാൻ എഴുതി തരില്ല. ഓക്കെ, ഡീൽ. ടോമി, നിനക്ക് നാളേക്ക് ഹോംവർക്ക് ഒന്നുമില്ലേ ചെയ്യാൻ? അതൊക്കെ അവൾ ചെയ്തു. അല്ല, ഞാൻ ചെയ്തു. ഹാവൂ, എന്ത് സുഖം. വീട്ടിൽ വന്ന ഫുൾ റെസ്റ്റ്. ഹോംവർക്ക് മുഴുവനും അവൾ ചെയ്തോളും. ടീച്ചറുടെ അടുത്ത് നിന്ന് ചീത്തയും കേൾക്കണ്ട. ഇന്നലത്തെ ഹോംവർക്ക് അലക്സ് എല്ലാവരിൽ നിന്നും കളക്ട് ചെയ്ത് സ്റ്റാഫ് റൂമിൽ എത്തിക്കണം. ശരി ടീച്ചർ. ജോമിയെ ഇന്ന് കണ്ടില്ലല്ലോ. അവൾ ഇത് എവിടെ പോയി? അലക്സ്, ടോമി എവിടെ പോയി? അവൾക്ക് എന്ത് പറ്റി? അവൾക്ക് സുഖമില്ല. 2 ആഴ്ചയിലേക്ക് മെഡിക്കൽ അവധിയിലാണ്. ഈശ്വര, പെട്ടല്ലോ. എന്താ, എന്തു പറ്റി? ഹേയ്, ഒന്നുമില്ല. ഞാൻ എന്റെ നോട്ട് എടുക്കാൻ മറന്നു. ടീച്ചർ, ടോമി ഇന്ന് നോട്ട് എടുക്കാൻ മറന്നു പോലും. ആ, മറന്നവരൊക്കെ നാളെ വരുമ്പോ 2 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതിക്കൊണ്ട് വന്നാ മതി. എനിക്ക് തന്നെ എഴുതിയാൽ മതിയായിരുന്നു. ഇനി ഞാൻ തന്നെ ഹോംവർക്ക് ചെയ്തോളാം. ഇതോടുകൂടെ മതിയായി. ഇതൊന്നും വേണ്ട. ഇതൊക്കെ ഒരുപാട് വീട്ടിലില്ലേ. നല്ല മോനല്ലേ? എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം. എന്താ പ്രശ്നം? ഇവൻ ഈ കാറ് വേണമെന്ന് പറഞ്ഞ് വെറുതെ വാശി പിടിക്കുക. വാങ്ങിച്ചു കൊടുത്തേക്ക്. ആൾക്കാരെ നോക്കുന്നു. അവന്റെ കരച്ചിൽ നിർത്താൻ നോക്ക്. നിങ്ങളാണ് ഇവനെ ഇങ്ങനെ വാശി പിടിക്കുമ്പോഴേക്ക് എല്ലാം വാങ്ങിക്കൊടുത്ത് വഷളാക്കുന്നത്. എന്നാൽ വാങ്ങിച്ചു കൊടുക്കാതെ അവന്റെ കരച്ചിൽ മാറ്റാൻ നോക്ക്. ഞാൻ കാറിൽ ഉണ്ടാവും. എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞാൽ വിളിച്ചാൽ മതി. ഞാൻ പോകുന്നു. നോക്കൂ ടോമി, നിനക്ക് എത്രമാത്രം കളിപ്പാട്ടമാണ് അച്ഛൻ വാങ്ങി തന്നിട്ടുള്ളത്. അതും ആവശ്യത്തിലധികം. എന്തെല്ലാം തരത്തിൽ, എന്തെല്ലാം നിറത്തിൽ. ഈ ഫ്രൂട്ടോപ്പിയിലെ ഒരു കുട്ടികളുടെയും വീട്ടിലുണ്ടാവില്ല ഇത്രയധികം കളിപ്പാട്ടങ്ങൾ. ഇതെല്ലാം വെച്ച് കളിച്ചാ പോരെ നിനക്ക്? എന്തിനാ വെറുതെ ഡാഡിയെ കൊണ്ട് വീണ്ടും വീണ്ടും ഓരോന്ന് വാങ്ങിപ്പിക്കുന്നത്? അതത്ര നല്ല കാര്യമല്ല. വാ, മമ്മി ഒരു കാര്യം കാണിച്ചു തരാം. ടോമി, അത് കണ്ടോ? അവർ ഒരുപാട് ടോയ് വെച്ചല്ല കളിക്കുന്നത്. ഒരു പന്ത് വെച്ച് എല്ലാവരും കൂടിയാണ് കളിക്കുന്നത്. നിനക്ക് എന്തുകൊണ്ട് അവരോടൊപ്പം കളിച്ചുകൂടാ? അല്ലെങ്കിൽ അവരെ വീട്ടിൽ വിളിച്ചുകൂടാ? അതും അല്ലെങ്കിൽ നിന്റെ കളിപ്പാട്ടങ്ങളിൽ നിന്നും കുറച്ച് കളിപ്പാട്ടങ്ങൾ അവർക്ക് കൂടി കൊടുത്തുകൂടാ? അത് നല്ലൊരു ഐഡിയ ആണ് മമ്മി. ഞാൻ ഇന്ന് തന്നെ അവരോടൊപ്പം ഒരുമിച്ച് കളിക്കും.
എല്ലാവരും വീട്ടിലേക്ക് വാ. എന്റെ വീട്ടിൽ ഒരുപാട് കളിപ്പാട്ടങ്ങളുണ്ട്. നമുക്ക് ഒരുമിച്ച് കളിക്കാം. ഇതെല്ലാം നിങ്ങൾക്ക് കൂടി ഉള്ളതാണ്. മടിക്കണ്ട, എടുത്തോളൂ. ഞാൻ ഇതുവരെ ഇത്രയും ടോയ്സ് എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എവിടെ നിന്ന് കിട്ടിയതാ നിനക്ക് ഇതൊക്കെ? വല്ല ലോട്ടറിയും അടിച്ചോ? എല്ലാം എനിക്ക് ഡാഡിയും മമ്മിയും വാങ്ങിച്ചു തന്നതാണ്. ഇനി മുതൽ എനിക്കുള്ളതെല്ലാം നിങ്ങൾക്കും ഉള്ളതാണ്. വാ, നമുക്ക് ഒരുമിച്ച് കളിക്കാം. താങ്ക് യു മമ്മി.